കേരളം ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമൊക്കെ തയ്യാറെടുക്കുവാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം ആദ്യഘട്ടത്തിൽ 2026 കേരളം ഭരിക്കുവാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയാണ് എന്ന മാധ്യമങ്ങളടക്കം അടിവരയിട്ട് പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിൽ ചില മാധ്യമങ്ങൾ കോൺഗ്രസിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന വാദം ശക്തമായ രീതിയിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയരുന്നുണ്ട് എന്ന ചോദ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. അത് കോൺഗ്രസിനുള്ളിലും ഒരു ചെറിയ തീപ്പൊരിയായി ഉയരുകയും അതിപ്പോൾ പടർന്ന് പന്തലിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന വാദം ഉയർത്തുന്ന ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കന്മാരും പ്രത്യക്ഷമായും പരോക്ഷമായും വരുന്നു. എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരുമുണ്ട് പാർട്ടിക്കുള്ളിൽ. അതിനോടൊപ്പം NSSന്റെയും SNDPയുടെയും ഒക്കെ പിന്തുണ ലഭിച്ചതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ മൂല്യവും വർദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്ന രാഷ്ട്രീയ അവലോകനം നടത്തുന്നവരും ചെറുതല്ല. എന്നാൽ ഇപ്പോൾ SNDPയുടെ വാദം മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് 2026 അധികാരത്തിലെത്തുക എന്ന ചോദ്യമാണ് SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനും ഉയർത്തുന്നത്. ഇതേ നാവുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം 2026 എന്ന ആവശ്യവും ഉന്നയിച്ചത്. എന്തായാലും ഇപ്പോൾ അതൊന്നുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അടുത്ത പ്രശ്നം. പ്രശ്നത്തിന് പുറകിൽ അടുത്ത ഓരോ ആരോപണങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസിൽ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ ഒരു പെയ്ഡ് സീറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആരോപണം. കോൺഗ്രസ് കാശ് വാങ്ങി ഒരാൾക്ക് സീറ്റ് നൽകുന്നു എന്ന ആരോപണം ശക്തമായി ഉയർന്നിരിക്കുന്നു. ആ ആരോപണം ഉയർത്തുന്നതാകട്ടെ UDFനുള്ളിലെ തന്നെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരും. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. UDFൽ പെയ്ഡ് സീറ്റ് ആരോപണം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ലീഗിൻ്റെ കൈവശമുള്ള കുന്നമംഗലം സീറ്റ് പ്രവാസി അസോസിയേഷന് വിട്ടുകൊടുക്കുവാനുള്ള നീക്കത്തിൽ കോൺഗ്രസ് ലീഗ് പ്രാദേശിക ഘടകത്തിൽ വലിയ രീതിയിൽ എതിർപ്പുള്ളതായി വിവരം പുറത്തു വരുന്നുണ്ട്. പ്രാദേശിക ഘടകവുമായി ചർച്ച ചെയ്യാതെയാണ് തീരുമാനമെന്നാണ് ആക്ഷേപം. ലീഗ് മത്സരിച്ചു വന്നിരുന്ന കുന്നമംഗലത്ത് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും ലീഗ് സ്ഥാനാർത്ഥികളായിരുന്നില്ല UDFനായി മത്സരിച്ചത്. 2021 തിരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്ന നിലയിൽ കോൺഗ്രസുകാരനായ ദിനേശ് പെരുമണ്ണയും 2016 കോൺഗ്രസിൻ്റെ T സിദ്ദിഖുമായിരുന്നു കുന്നമംഗലത്ത് UDFനായി മത്സരിച്ചത്. ലീഗിന് കൂടി സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ 2 തവണയും ഇവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ട മട്ടാണുള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലം സീറ്റിനായുള്ള നീക്കം ഇപ്പോഴേ ആരംഭിച്ചതാണ് UDFന്റെ പ്രാദേശിക നേതൃത്വങ്ങളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കുന്നമംഗലം സീറ്റിനായി പ്രവാസി അസോസിയേഷന്റെ നേതാവ് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ലീഗ് നേതൃത്വത്തെ സമീപിച്ചതോടെയാണ് പ്രാദേശിക ഘടകത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. കുന്നമംഗലം സീറ്റ് നേടിയെടുക്കുവാനുള്ള പ്രവാസി അസോസിയേഷന്റെ നീക്കം ഏകദേശം വിജയം കണ്ടതോടെയാണ് UDFന്റെ പ്രാദേശിക ഘടകങ്ങളിൽ ഉയർന്ന അസ്വാരസ്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് വഴിമാറിയത്. വിഷയം UDFൽ വിശദമായി ചർച്ച ചെയ്യണമെന്നാണ് ലീഗ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ ആവശ്യം. അതേസമയം പെയ്ഡ് സീറ്റ് ആരോപണത്തെക്കുറിച്ച് തനിക്ക് യാതൊരു വിവരവും അറിവുമില്ലെന്ന് ദിനേശ് പെരുമണ്ണ പറയുകയും ചെയ്തു. 2021 കുന്നമംഗലത്തെ പ്രതിനിധീകരിച്ച മത്സരിച്ച വ്യക്തിയാണ് താൻ. അന്ന് PT റഹീമിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ തനിക്ക് കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. UDFന്റെ പ്രധാന നേതാക്കൾ സംസ്ഥാന തലത്തിൽ കൂടിയാലോചിച്ച ശേഷമായിരുന്നു തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള തീരുമാനം കൈക്കൊണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് കുന്നമംഗലം. സീറ്റ് വിട്ടു നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് മുസ്ലിം ലീഗ് ആണെന്നും ദിനേശ് പെരുമണ്ണ പറഞ്ഞു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് സീറ്റ് നൽകണം നൽകണ്ട എന്ന തീരുമാനം എടുക്കേണ്ടത് പ്രാദേശിക ഘടകങ്ങളല്ല എന്നും അത് UDFനുള്ളിൽ ലീഗും കോൺഗ്രസിൻ്റെയും സംസ്ഥാന നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ചർച്ച നടത്തി സമവായ ചർച്ചകൾ നടത്തി കൃത്യമായ രീതിയിൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമെന്നുള്ളത് ആണ് തീരുമാനം. അവിടെ പെയ്ഡ് സീറ്റ് എന്നൊരു സംവിധാനമേ ഉണ്ടാകില്ല എന്ന ഉറപ്പും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധയോടുകൂടി മുന്നേറേണ്ട ആവശ്യകത കോൺഗ്രസിൻ്റെതാണ്.
കാരണം 2 തവണ അടുപ്പിച്ച് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി ഒരു തവണ കൂടി അവർ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വന്നാൽ അത് പാർട്ടിയുടെ കരുത്തിനെ കാര്യമായ രീതിയിൽ ദുർബലപ്പെടുത്തും. നിലവിൽ UDF പക്ഷത്തിൽ നിൽക്കുന്ന ഘടകകക്ഷികൾ ഒരുപക്ഷെ ലീഗ് പോലും ഇടതുപക്ഷത്തേക്ക് പോയേക്കാം. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ഒരു തവണ കൂടി കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് എത്തുക എന്ന കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ബാലികേറ മലയേക്കാൾ വലിയ ദുസ്സഹമായ സാഹചര്യം തന്നെയായി മാറും. അതുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുവാൻ മോഹിക്കാത്ത ആഗ്രഹിക്കാത്ത കോൺഗ്രസ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ. പെയ്ഡ് സീറ്റ് എന്ന ഏതെങ്കിലും ഒരു ചർച്ച കാര്യമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ ആ പ്രശ്നം പരിഹരിച്ച പാർട്ടിക്കുള്ളിൽ സ്വാധീനവും ജനങ്ങൾക്കിടയിൽ വിജയസാധ്യതയുമുള്ള പാർട്ടി നേതാക്കന്മാരെ മുൻപോട്ട് കൊണ്ടുവരുവാനുള്ള ഔചിത്യബോധം കോൺഗ്രസ് കാണിക്കണമെന്ന ഒരു ആവശ്യം കൂടി പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, അതിനു മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രാദേശിക തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേരോട്ടമുള്ള ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകണം എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം മുൻപോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്നിട്ടാവാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളതും ലീഗിനും കോൺഗ്രസിനും മറ്റ് ഘടകകക്ഷികൾക്കും എത്ര സീറ്റ് നൽകണമെന്നുള്ളതും അതിനുശേഷം ആര് മുഖ്യമന്ത്രിയാകണമെന്നതടക്കമുള്ള മറ്റ് ചർച്ചകൾക്ക് വഴി വെക്കേണ്ടത്. അതിനു മുമ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. പ്രാദേശിക തലത്തിൽ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ പഴയ വിശ്വാസ്യത പിടിച്ചുപറ്റുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുക. പാർട്ടിയെ കഴിയുന്നത്ര ശക്തിപ്പെടുത്തുക. 2026 പ്രതിപക്ഷത്തിരിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുൻപോട്ട് വയ്ക്കുക. ഇപ്പോൾ ശശി തരൂരിന്റെ പ്രസ്താവന കൂടി കോൺഗ്രസിനെ കുറച്ച് ദുർബലപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ ഇനി എങ്ങനെ ശക്തിപ്പെടുത്താമെന്നും പാർട്ടിയെ കുറച്ചുകൂടി ജനങ്ങൾക്കിടയിൽ ആഴത്തിലേക്ക് എത്തിക്കാമെന്നതിനെ പറ്റിയും കൂടുതൽ വിശകലനത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം പാർട്ടിക്കുണ്ടാകണമെന്ന താക്കീത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്.